മലയാളികളായ ദമ്പതികളെയും യുവതിയെയും അരുണാചൽ പ്രദേശിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതകൾ ഉയരുകയാണ്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിനി കൂടിയായ ആര്യ, കോട്ടയം മീനടം സ്വദേശികളായ നവീൻ, ദേവി എന്നിവരെയാണ് ഇറ്റാനഗറിലെ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് സൂചന. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേർന്നുണ്ട്. ചന്തു, ഈ ഒരു വിഷയം ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് വഴിമാറുകയാണ്. ഒപ്പം തന്നെ നിരവധി ദുരൂഹതകൾ പുറത്തു വരികയാണ്. എന്നിരുന്നാൽ കൂടിയും കൃത്യമായൊരു അന്വേഷണ പുരോഗതി അറിയാൻ സാധിക്കുന്നുണ്ട്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ദമ്പതികളും ആര്യയും ഇറ്റാനഗറിൽ അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ മരിച്ചു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. തുടർന്ന് മാധ്യമങ്ങളൊക്കെ എത്തിയപ്പോഴാണ് ഈ ആര്യയുടെ വീടിന് പരിസരത്തുള്ളവർ, നാട്ടുകാരൊക്കെ തന്നെ ഈ കാര്യം അറിയുന്നത്. ആര്യ അവിടുത്തെ ഒരു സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ്. സ്കൂളിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങുന്നു. അവിടെ നിന്ന് പോയതിനു ശേഷം വൈകിട്ട് പതിവ് വരുന്ന സമയത്ത് മടങ്ങിയെത്തിയില്ല. തുടർന്നാണ് പിതാവ് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിനെ തുടർന്ന് പോലീസ് അന്വേഷണം നടക്കുന്ന വേളയിലാണ് ഇന്ന് ഈ 3 മരണങ്ങളും അരുണാചൽ പ്രദേശിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവർ ഒരുമിച്ചാണ് ഇവിടെ നിന്നും പോയത് എന്ന കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ആര്യയും ഈ ദമ്പതികളിൽ ദേവിയും സുഹൃത്തുക്കളാണ്. ദേവി വഴി ഇവർ 3 പേരും ഒരു സൗഹൃദ വലയത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നവീൻ, ദേവി എന്നിവർ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ബാലൻ മാധവന്റെ മകളാണ് ദേവി. ദേവിയും വീട്ടിൽ നിന്ന് ഈ നവീൻ പ്രണയവിവാഹമായിരുന്നു. അതിനുശേഷം കോട്ടയത്തേക്ക് അവർ മാറി. കോട്ടയത്താണ് താമസിച്ചു വരുന്നത്. അവിടെ നിന്നും ഇവർ രണ്ടുപേരും ഭാഷ പഠിക്കാൻ പോയ സമയത്ത് പരിചയപ്പെട്ട വേളയിലായിരുന്നു ഈ ആര്യയും ദേവിയും സുഹൃത്തുക്കളാകുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഇവർ എന്തിനാണ് ഇവിടെ നിന്നും പോയതെന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട്. ഈ ദേവിയും നവീനും വീട്ടിൽ പറഞ്ഞിരിക്കുന്നത് അവർ ഒരു വിനോദയാത്ര പോകുന്നു എന്ന കാര്യമാണ് വീട്ടിൽ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വീട്ടുകാർക്ക് ആർക്കും ഒരു സംശയം തോന്നിയിരുന്നില്ല. പക്ഷേ ആര്യയുടെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടായിരുന്നു വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് അന്വേഷണം നടത്തി വരികയും ഇന്ന് ഉച്ചയോടുകൂടി അവിടെ നിന്നും SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ബാലൻ മാധവനെ ഫോണിൽ വിളിച്ച് ഇതുപോലെ മകൾ മരിച്ചു എന്ന് അറിയിക്കുകയുമായിരുന്നു. അപ്പോഴാണ് ഇവരെല്ലാം ഈ കാര്യം അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ നെട്ടലിൽ തന്നെയാണ് നാട്ടുകാർ എല്ലാവരും. വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബം. അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങളും ആർക്കും എതിരഭിപ്രായങ്ങളൊന്നുമില്ല. എന്തായാലും ഇവരുടെ ഫോൺ ഹിസ്റ്ററി പരിശോധിച്ച സമയത്ത് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പരിശോധന ഈ നവീൻ നടത്തിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു. അതെന്തെങ്കിലും ആണോ എന്ന ഒരു സംശയം പ്രധാനമായും വരുന്നുണ്ട്. ഈ ദേവിയുടെ ബന്ധു കൂടിയായ സൂര്യ കൃഷ്ണമൂർത്തി ഒരു കാര്യമാണ്. ഇവർ ബ്ലാക്ക് മാജിക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഇവർക്കുണ്ടായിട്ടുണ്ടോ എന്ന കാര്യം സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയൊക്കെ അത്തരത്തിലൊരു സ്വാധീനത്തിലേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വട്ടിയൂർക്കാവ് പോലീസ് ഇവിടെ നിന്നും അരുണാചൽ പ്രദേശിലേക്ക് തിരിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട ഒരു കേസ് അവിടുത്തെ പോലീസും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സംസ്ഥാന പോലീസും അരുണാചൽ പ്രദേശിലെ പോലീസും തമ്മിൽ ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തും. അതിനുശേഷം അവിടുത്തെ നടപടികളൊക്കെ പൂർത്തിയാക്കി നാളെയോടുകൂടി മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുടരുന്ന ദുരൂഹത ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പ്രധാനമായും ഇവർ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യമായി തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. വ്യക്തമാണ്. ചന്തുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.